രുദ്രൻ്റെ കാർ വന്നു നിന്നത് ഇന്ദ്രനീലം എന്ന വലിയ മാളിക വീടിൻ്റെ മുന്നിലാണ്. തറവാടിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വലിയ തൂണുകളും പച്ചപ്പ് നിറഞ്ഞ മുറ്റവുമുള്ള ഒരു കൂറ്റൻ വീട്. കാർ നിന്നതും രുദ്രനൊട്ടും സമയം കളയാതെ പുറത്തിറങ്ങി. മീരയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൻ ധൃതിയിൽ വലിയ പടവുകൾ കയറി അകത്തേക്ക് പോയി. മീര എന്തു ചെയ്യണമെന്നും അറിയാതെ ആ കാറിനടുത്ത് തന്നെ തരിച്ചു നിന്നു. ഈ അപരിചിതമായ വലിയ വീട്ടിലേക്ക് താൻ എങ്ങനെ കയറി ചെല്ലും എന്ന ഭയം അവളെ ആ നിമിഷം പിടികൂടി. അപ്പോഴാണ് മറ്റൊരു കറുത്ത ലക്ഷറി കാർ ആ മുറ്റത്തേക്ക് വന്നു നിർത്തിയത്. വണ്ടിയുടെ പിൻസീറ്റിലെ ഡോർ തുറന്ന് പ്രായം ചെന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങി. ജാനകി അമ്മ, രുദ്രൻ്റെ അമ്മ. അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും തളർച്ചയും നീലിച്ചിരുന്നു. കല്യാണ മണ്ഡപത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളുടെ ആ ആഘാതം ആ അമ്മയുടെ മുഖത്ത് തന്നെ വ്യക്തമായി കാണാമായിരുന്നു. കാറിൽ നിന്നിറങ്ങി അവർ കണ്ടത് പകച്ചു നിൽക്കുന്ന മീരയെയാണ്. മോളെ, നീ ഇനി മകത്തേക്ക് കയറിയില്ലേ? അവരുടെ ആ ചോദ്യത്തിൽ കുറ്റപ്പെടുത്തലല്ല, മറിച്ച് വാത്സല്യമാണ് ഉണ്ടായിരുന്നത്. മീര ഒന്നും മിണ്ടാതെ വെറുതെ തല താഴ്ത്തി നിന്നു. അവളുടെ ആ നിസ്സഹായത കണ്ടപ്പോൾ ജാനകി അമ്മയുടെ മനസ്സൊന്ന് വിങ്ങിപ്പോയി. അവർ വേഗം വരാന്ത കടന്ന് അകത്തേക്ക് കയറിപ്പോയി. നിമിഷങ്ങൾക്കകം കയ്യിൽ എരിഞ്ഞു നിൽക്കുന്ന തിരിയിട്ട നിലവിളക്കുമായി അവർ വീണ്ടും ഉമ്മരത്തേക്ക് വന്നു നിന്നു. മോള് വലതുകാൽ വെച്ച് കയറി വാ. അവർ വളരെ സ്നേഹത്തോടെ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ആദ്യരാത്രിയുടെ ഒരുക്കങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാത്ത ആ വരവിൽ ജാനകി അമ്മയുടെ ആ വാക്കുകൾ മീരയ്ക്ക് വലിയൊരു ആശ്വാസമാണ് ആ നിമിഷം നൽകിയത്. നിലവിളക്ക് വാങ്ങി വലതു കാൽ വെച്ച് ആ വലിയ വീട്ടിലേക്ക് കയറുമ്പോൾ മീരയുടെ ഹൃദയം പടപട എന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. പൂമുഖത്ത് നിന്നും അകത്തേക്ക് കയറി അവൾ പൂജാമുറിയിൽ വിളക്ക് വെച്ചു. ജാനകിയമ്മ മീരയുടെ തോളിൽ പതുക്കെ തട്ടി. അവരുടെ കണ്ണുകളിൽ അമ്മയുടെ ആകുലതയും സ്നേഹവും ഉണ്ടായിരുന്നു. മോളെ, നീ അവനെ പറ്റി ഒന്നും തെറ്റായി വിചാരിക്കരുത്. അവൻ കുറച്ച് മുൻശുണ്ടിക്കാരനാ. ദേഷ്യമെന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ല. അവർ ഒരു ദീർഘശ്വാസത്തോടെ അവളോടായി പറഞ്ഞു തുടങ്ങി. അവൻ അത്രയ്ക്കും ജീവനായിരുന്നു നിന്റെ ചേച്ചിയെ. അതാ അവൻ നിന്നോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊരു വാശിയാ മോളെ. പക്ഷേ എൻ്റെ മകൻ്റെ മനസ്സ് തങ്കപ്പെട്ടതാ. ഉള്ളിൽ ഒത്തിരി സ്നേഹം കൂടിയാലേ ആൾക്ക് ഇത്രയും ദേഷ്യം വരും. മകനെ ന്യായീകരിക്കുമ്പോഴും ആ അമ്മയുടെ വാക്കുകളിൽ വിറയലുണ്ടായിരുന്നു. മീര ഒന്നും മിണ്ടിയില്ല. എങ്കിലും അവളുടെ മനസ്സിൽ ആ വേദന ബാക്കിയായി നിന്നു. അവൻ ചേച്ചിയെ സ്നേഹിച്ചതിന് ഞാൻ എന്തിനാണ് ക്രൂശിക്കപ്പെടുന്നത്? ജാനകി അമ്മയുടെ വാക്കുകൾ മീരയ്ക്ക് നേരിയൊരു ആശ്വാസം തോന്നിയതേയുള്ളൂ. അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി മറ്റൊരു രൂപം അവരുടെ മുന്നിലേക്ക് കടന്നു വന്നത്. രുദ്രൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രഭ. പട്ടുസാരിയുടെ തലപ്പത്ത് തോളിലിട്ട് കഴുത്തുനിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നിൽക്കുന്ന പ്രഭയുടെ മുഖത്ത് ജാനകിയെയും മീരയെയും കണ്ടപ്പോൾ പുച്ഛവും ദേഷ്യവും ഒരുപോലെ തിളച്ചു മറിഞ്ഞു. ആ തറവാട്ടിലെ അധികാരവും മേധാവിത്വവും എൻ്റെ കൈകളിൽ മാത്രമായിരിക്കുമെന്ന് ദുർവാശിയായിരുന്നു പ്രഭയ്ക്ക്. മീരയെ അടിമുടി ഒന്നളന്ന ശേഷം ചുണ്ടിലൊരു പരിഹാസച്ചിരിയോടെ അവർ ചോദിച്ചു, ഇവളെയാണോ നിന്റെ മകൻ രുദ്രൻ താലി ചാർത്തി കൊണ്ടുവന്നത്? കഷ്ടം തന്നെ. കണ്ടാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു പെണ്ണ്. തനി നാട്ടും പുറത്തുകാരി പെണ്ണ്. അവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാവും അവൻ മയങ്ങിയത് അല്ലേ? അപ്പോൾ ഇവളുടെ ഏട്ടത്തിയോ? അവളെന്തായി? പ്രഭയുടെ വാക്കുകൾ കേട്ട് മീരയുടെ തല കുനിഞ്ഞു. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. കല്യാണ മണ്ഡപത്തിൽ വെച്ചുണ്ടായ അപമാനം പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ വീട്ടിൽ വന്നപ്പോഴും കേൾക്കേണ്ടി വരുന്നത്? തൻ്റെ യാതൊരു തെറ്റുമില്ല. ചേച്ചി ചെയ്തതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് ഞാൻ മാത്രം. ഈ പാവം മീരയാണല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചും നേറിപ്പോയി. പ്രഭ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല. അവർ ഒന്നുകൂടി മുന്നോട്ട് വന്ന് മീരയെ നോക്കി ഉറക്കെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം നന്നായി. ഇനി നമുക്ക് ഈ വീട്ടിലേക്ക് പുതിയ വേലക്കാരിയെ വെക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇവൾ തന്നെ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്തോളും. പണിക്കാരിയുടെ ലക്ഷണമൊക്കെയുണ്ട് ഇവളെ കണ്ടാൽ. അത് കേട്ടതും മീരയുടെ ചങ്ക് തകർന്നു പോയി. പിച്ച് ചീന്തപ്പെടുന്ന ഒരവസ്ഥ. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് അവൾ കരച്ചിലടക്കാൻ ശ്രമിച്ചു. തനിക്കിവിടെ ആരുമില്ല എന്ന ഭയം അവളുടെ മനസ്സിൽ പിടിമുറുക്കി. എന്നാൽ പ്രഭയുടെ കുത്തുവാക്കുകൾ കേട്ട് ജാനകി അമ്മയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ശാന്ത സ്വരൂപിയായ ആ അമ്മയുടെ മുഖത്ത് രോഷം അണ പൊട്ടി ഒഴുകി. അവർ മീരയുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രഭയ്ക്ക് നേരെ തിരിഞ്ഞു. ഇവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് പ്രഭ. എൻ്റെ മകൾ രുദ്രൻ താലി ചാർത്തി കൊണ്ടുവന്നവൾ. ജാനകി അമ്മയുടെ ശബ്ദം ഇന്ദ്രനീലത്തിൻ്റെ ചുവരിൽ തട്ടി പ്രതിധ്വനിച്ചു പോയി.
അതുകൊണ്ട് ഇവിടുത്തെ മരുമകൾ എന്ന സ്ഥാനം തന്നെയാണ് ഇവൾക്ക് കിട്ടേണ്ടത്, അല്ലാതെ വേലക്കാരിയുടെ സ്ഥാനമല്ല. മനസ്സിലായോ പ്രഭേടത്തിക്ക്? ജാനകിയമ്മ ഒരിഞ്ച് വിട്ടുകൊടുക്കാതെ ദേഷ്യത്തോടെ അവരോടായി മറുപടി പറഞ്ഞു. ജാനകിയുടെ മറുപടി പ്രഭ പ്രതീക്ഷിച്ചതേയില്ല. അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. മുഖം കറുത്ത പ്രഭ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ പകയുടെ കനലുകൾ ആളിക്കത്തുകയായിരുന്നു. നടന്നു നീങ്ങുമ്പോൾ പ്രഭ തന്നെ മനസ്സിൽ പറഞ്ഞു, നീ ഇവിടെ 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല മീരെ. നിന്നെ ഈ വീട്ടിൽ നിന്നും ഞാൻ അടിച്ചിറക്കും. അതിനുള്ള വഴികൾ ഞാൻ ഉണ്ടാക്കും. നീ കണ്ടോ. പ്രഭയുടെ മനസ്സിൽ മീരയെ തകർക്കാനുള്ള ദുഷ്ടപദ്ധതികൾ ഓരോന്നായി രൂപപ്പെടുകയായിരുന്നു. മീരയാകട്ടെ ജാനകിയമ്മയുടെ സംരക്ഷണമുണ്ടെങ്കിലും തൻ്റെ ഭാവിയോർത്ത് ഭയത്തോടെ വിറച്ചു നിന്നു. രുദ്രന്റെ പകയും പ്രഭയുടെ കുശുമ്പും നിറഞ്ഞ ഈ വലിയ വീട്ടിൽ താൻ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിച്ചു നിന്നു. അകത്തെ തർക്കങ്ങൾക്ക് ശേഷം അമ്മ മീരയെ ചേർത്ത് പിടിച്ച് വീണ്ടും ഹാളിലേക്ക് കൊണ്ടുപോയി. അവളുടെ തണുത്തു വിറക്കുന്ന കൈകളിൽ പിടിച്ചുകൊണ്ട് അവർ സ്നേഹത്തോടെ പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്ക്. ഒന്നും പേടിക്കേണ്ടതില്ല കേട്ടോ. ആരും ഒന്നും ചെയ്യില്ല മോളെ. അവർ മീരയെ അവിടെ ഇരുത്തി സോഫയിലിരുത്തി. ജാനകിയമ്മ അടുക്കളയിലേക്ക് പോയ ആ നിമിഷം നോക്കിയാണ് പ്രഭ വീണ്ടും അങ്ങോട്ട് വന്നത്. അവരുടെ കയ്യിൽ പഴകിയ നിറം മങ്ങിയ ഒരു സാധാരണ കോട്ടൺ സാരി ഉണ്ടായിരുന്നു. ഒട്ടും ദയയില്ലാതെ അവരത് മീരയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. നീ ഇത് പോയി മാറ്റി വാടി. പ്രഭയുടെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നു. ഭയം കാരണം മീരയുടെ ശരീരം വിറച്ചുപോയി. കല്യാണ സാരി മാറ്റി ഇത് ഉടുക്കാൻ താൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ അവൾ പകച്ചു നിന്നു. ആ വലിയ വീട്ടിൽ തനിക്ക് അനുവദിക്കപ്പെട്ട മുറി ഏതാണെന്ന് ചോദിക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. അവൾ ദയനീയമായി പ്രഭയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ ഭാഗത്തുള്ള ഏറ്റവും ചെറിയ റൂമിൽ പോയിക്കൊള്ളാം. അവിടെ പോയി തുണി മാറ്റി വേഗം ഇങ്ങോട്ട് വരണം കേട്ടല്ലോ. അവിടെ കിടന്നുറങ്ങാൻ നോക്കരുത്. പ്രഭയുടെ ആജ്ഞ കേട്ടതും മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ ആ ചെറിയ മുറിയിലേക്ക് നടന്നു നീങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ കയ്യിൽ കുറച്ച് മധുരവുമായി ഹാളിലേക്ക് വന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന മരുമകൾ അല്പം ആശ്വാസം നൽകാനാണ് അവർ വന്നത്. പക്ഷെ സോഫയിലേക്ക് നോക്കിയവർ ഞെട്ടിപ്പോയി. എവിടെ പോയി കുട്ടി? എവിടെ ഇരിക്കുകയായിരുന്നല്ലോ. അവർ ചുറ്റും നോക്കി. മീരയെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നും, അതായത് രുദ്രന്റെ മുറിയിൽ നിന്നും വലിയ ശബ്ദത്തിലൊരു പാട്ട് കേൾക്കുന്നത്. വിരഹത്തിൻ്റെയും വേദനയുടെയും ആഴമുള്ള വരികളായിരുന്നു ആ പാട്ടിൽ. പ്രണയിച്ച് വഞ്ചിക്കപ്പെട്ട ഒരുവന്റെ നിലവിളി പോലെ ആ സംഗീതം ഇന്ദ്രനീലത്തിൻ്റെ ചുമരുകളിൽ തട്ടിൽ പ്രതിധ്വനിച്ചു നിന്നു. ആ പാട്ടിൻ്റെ വേദന ജാനകിയമ്മയുടെ നെഞ്ചിൽ ചെന്ന് തറച്ചു. മീര ആ മുറിയിൽ കാണുമെന്ന് കരുതി അവർ വേഗം പടവുകൾ കയറി മുകളിലേക്ക് ചെന്നത്. ശ്വാസമടക്കി പഠിച്ച് അവർ രുദ്രന്റെ മുറിയിൽ വാതിൽ തുറന്നു. പക്ഷെ ആ വലിയ മുറിയിൽ ആ പാട്ടിൻ്റെ വേദന ജാനകിയമ്മയുടെ നെഞ്ചിൽ തറച്ചു നിന്നു. മീര ആ മുറിയിൽ കാണുമെന്ന് കരുതിയാണ് അവർ വേഗം പടവുകൾ കയറി മുകളിലേക്ക് ചെന്നത്. ശ്വാസമടക്കി പിടിച്ച് അവർ രുദ്രന്റെ മുറിയിൽ വാതിൽ തുറന്നു. പക്ഷെ ആ വലിയ മുറിയിൽ മീര ഉണ്ടായിരുന്നില്ല. മുറിയുടെ ബാൽക്കണിയിൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന രുദ്രൻ നിൽപ്പുണ്ടായിരുന്നു. ഒരു കയ്യിൽ എരിഞ്ഞെറിഞ്ഞ സിഗരറ്റും മറുകൈയിൽ വില കൂടിയ വിദേശ മദ്യത്തിൻ്റെ കുപ്പിയും. അവൻ സ്വയം മറന്ന് കുടിക്കുകയായിരുന്നു. അവൻ്റെ ചിന്തകൾ പഴയ കാമുകി, അതായത് ഹിരണി മാത്രമായിരുന്നു.